മഹാസമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇനി ഇന്ത്യയുടെ അധീശത്വം. നമ്മുടെ തീരത്തിനടുത്ത് കറങ്ങി നടക്കുന്ന ചൈനീസ് അന്തർവാഹിനികളെ നേരിടാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി 90,000 കോടി രൂപയുടെ കരാർ ഇന്ത്യ ഒപ്പുവെച്ചു. ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ മാസ്ഗാവ് ഡോക്കിൽ നിർമ്മിക്കുന്ന 6 നെക്സ്റ്റ് ജനറേഷൻ ടൈപ്പ് 214 അന്തർവാഹിനികൾ വരുന്നു. എന്താണ് ഈ സൈലന്റ് കില്ലറുകൾ? ചൈനയെ പേടിപ്പിക്കാൻ ഇന്ത്യക്ക് എങ്ങനെ സാധിക്കും? നമുക്ക് നോക്കാം. പ്രതിരോധ രംഗത്ത് ഇന്ത്യ നടത്തുന്ന ഏറ്റവും വലിയ ടെക്ടോണിക് ഷിഫ്റ്റ് ആണ് ഈ കരാർ. ജർമ്മൻ ഭീമന്മാരായ ത്രൈസൺ ക്രൂപ്പ് മറൈൻ സിസ്റ്റംസും നമ്മുടെ സ്വന്തം മാസ്ഗാവ് ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സും ചേർന്നാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മേക്ക് ഇൻ ഇന്ത്യ ആണ്. വെറും വിദേശ നിർമ്മിത യന്ത്രങ്ങൾ വാങ്ങുകയല്ല, മറിച്ച് ലോകോത്തര നിലവാരമുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. നാളെ സ്വന്തം നിലയ്ക്ക് ഇത്തരം അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ഇന്ത്യയെ ഇത് പ്രാപ്തമാക്കും. എന്തുകൊണ്ട് ടൈപ്പ് 214? ഇന്ത്യൻ സമുദ്രത്തിലെ അപെക്സ് പ്രൊഡക്ടർ അഥവാ ഏറ്റവും വലിയ വേട്ടക്കാരൻ എന്നാണ് ഈ അന്തർവാഹിനികളെ വിളിക്കുന്നത്. ജർമ്മനിയുടെ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയാണ് ഇതിലെ താരം. സാധാരണ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾക്ക് ദിവസവും ഉപരിതലത്തിലേക്ക് വന്ന് ബാറ്ററി ചാർജ് ചെയ്യണം. എന്നാൽ AIP സാങ്കേതിക വിദ്യയുള്ള ഈ സബ്മറൈനുകൾക്ക് ആഴ്ചകളോളം വെള്ളത്തിനടിയിൽ ഒളിച്ചിരുന്ന് ശത്രുക്കളെ നിരീക്ഷിക്കാൻ സാധിക്കും. ശത്രുക്കൾ പോലും അറിയാതെ അവരെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെയാണ് ഇവയെ സൈലന്റ് കില്ലറുകൾ എന്ന് വിളിക്കുന്നത്. ചൈനയ്ക്കുള്ള മുന്നറിയിപ്പ്. ചൈനയുടെ യുവാൻ ക്ലാസ് അന്തർവാഹിനികൾ ഇന്ത്യൻ തീരത്ത് എത്തുന്നതിന് ഇതിലും വലിയൊരു മറുപടി വേറെയില്ല. നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള 19 അന്തർവാഹിനികളിൽ 10 എണ്ണവും അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വിരമിക്കും. ആ വിടവ് നികത്താൻ ഈ 6 ജർമ്മൻ സബ്മറൈനുകൾ അത്യന്താപേക്ഷിതമാണ്. 2033 ആദ്യത്തെ അന്തർവാഹിനി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകും. ഇതോടെ ഇന്ത്യ ഒരു ബ്ലൂ വാട്ടർ നേവിയായി മാറും. അതായത് ലോകത്ത് എവിടെയും ഓപ്പറേഷൻ നടത്താൻ ശേഷിയുള്ള കരുത്തുള്ള നാവികസേന. റഷ്യയെയോ ഫ്രാൻസിനെയോ മാത്രം ആശ്രയിക്കുന്ന കാലം മാറി. ജർമ്മനിയുമായി ഇത്തരം തന്ത്രപ്രധാനമായ കരാറുകൾ ഒപ്പിടുന്നതിലൂടെ ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ പങ്കാളിത്തം വിപുലീകരിക്കുകയാണ്. സമുദ്രാതിർത്തിയിൽ ആരെങ്കിലും സാഹസത്തിന് മുതിർന്നാൽ ആഴക്കടലിലെ നിശബ്ദ സാന്നിധ്യമായി നമ്മുടെ അന്തർവാഹിനികൾ അവർക്ക് മറുപടി നൽകും. ഇത് രാജ്യത്തിന്റെ സുരക്ഷ മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക ഇടനാഴികളുടെ കൂടി സംരക്ഷണമാണ്. ചൈനയെ നേരിടാൻ ഇന്ത്യയുടെ ഈ പുതിയ നീക്കം പര്യാപ്തമാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. പ്രതിരോധ രംഗത്തെ ഇത്തരം സുപ്രധാന അപ്ഡേറ്റുകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.